ഗോപിച്ചെട്ടിപ്പാളത്തിൽ ലോഡ് എപ്പോ എത്തും? ഉച്ചയ്ക്ക് മുമ്പ് എത്തും. എന്താടാ സദാനന്ദ, നീ നിൽക്കുകയാണോ നടക്കുകയാണോ? കളി രോഷേട്ടോടെ വേണ്ട. ആരാണ് നോക്കടാ? നമ്മുടെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നാ. ചായ എടുക്കണോ? ആ ഒരു ചായ. ഒരു എക്സ്ട്രാ ഗ്ലാസ് കൂടെ. എന്താടാ റൗൺസൂടി? നമ്മുടെ 8-10 ലോറികൾ ഒരാഴ്ചയായിട്ട് ഷെഡിൽ തന്നെയാണോ? ലോഡ് പിടിക്കണ പണി വർഷമില്ലെങ്കിൽ പറഞ്ഞേക്ക്. മാനേജർ സ്റ്റാൻഡിലേക്ക് പണി അറിയാവുന്ന നല്ല പാലക്കാടൻ പട്ടണ പിള്ളേരെ ഞാൻ കൊണ്ടുവന്നോളാം. എടാ കാണാരാ, ആ ചാവക്കെട്ടാരുടെ പഴയ കണക്കൊക്കെ കിട്ടറ. വരാപ്പുഴ പള്ളിയിൽ നിന്ന് കുടിയേറ്റം പറഞ്ഞേറ്റ ആളല്ലേ? അല്ല. ആഹാ, ഞാൻ ശരവണൻ, ഫൈനാൻസ് കമ്പനിന്നാ. ജോസേന്റെ ഒരു 8 ലോറികളുടെ CC മുടങ്ങി കിടക്ക. കച്ചവടത്തിന്റെ തിരക്കിനിടയിൽ മറന്നാണെങ്കിലേ എന്നേക്ക് അതിന്റെ കുടിശ്ശിക തീർക്കാൻ പറ്റുന്ന അറിയാൻ വേണ്ടി വന്നതാ. ഞാൻ ഫൈനാൻസ് പൊളിഞ്ഞ കമ്പനിക്ക് ആരടാ TC അടയ്ക്കുന്നത്? നീ ചുമ്മാ നേരം മെനക്കെടുത്താ പോവാൻ നോക്ക്. കണക്ക് കിട്ടിയോടോ? ജോസേന്റെ മുടങ്ങി കിടക്കുന്ന പൈസ അടച്ചാൽ തന്നെ നൈനാൻ ഫൈനാൻസ് രക്ഷപ്പെടും. എന്നെ ഉപരിച്ച് സമയം കളയാണ്ട് നീ ഇവിടുന്ന് സ്കൂട്ട് ചെയ്യാൻ നോക്ക്. യൂസ് വന്നതൊക്കെ അറ്റാച്ച് ചെയ്യാനാ കമ്പനി തീരുമാനം. കുറച്ചെങ്കിലും അടയ്ക്കണതല്ലേ ബിസിനസിന്റെ ഒരു മാന്യത ജോസേട്ടാ. പട്ടാം വയറ്റില് കുന്നംകുളത്തു നാട് വിട്ട് വന്ന ഞാൻ കൊച്ചിയിൽ അങ്ങാടിയിൽ ഉരിഞ്ഞു വീണ നേന്ത്രക്കായ പറക്ക് വിട്ടോണ്ട് ആ കച്ചവടത്തിന്റെ നേരും നെറിയും പഠിച്ചത്. എന്നെ നീ കച്ചവടം പഠിപ്പിക്കല്ലേ. ജോസേന്റെ വണ്ടികള് ഇപ്പോഴും നാഷണൽ ഹൈവേ കൂടെ തന്നെയല്ലേ ഓട്ടിക്കണേ. നിന്നെ പേടിച്ച് വണ്ടികൾ കട്ടപ്പുറത്ത് കയറ്റണമെങ്കിൽ മരിച്ചുപോയ എന്റെ അപ്പം വെടിക്കാരൻ പ്രാഞ്ചി വീണ്ടും ജനിക്കണം. പാവം പാഞ്ചി അവിടെ കിടക്കട്ടെ. ജോസേട്ട എന്നെ പണി എടുപ്പിച്ചേ അടങ്ങൂ. വേണ്ടടാ മോനെ, പൂരം കുറെ കണ്ടടാ ജോസേട്ടൻ. എന്നാ പിന്നെ കാണാൻ പോണ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ തീ ഞാൻ തന്നെ കത്തിക്കാം. ഈ തവണത്തെ പൂരം ജോസേട്ടൻ എന്റെ വക. കാണേണ്ട പൂരമാണെങ്കിൽ ജോസേട്ടൻ കണ്ടിരിക്കുവാടാ മക്കളെ. അപ്പൊ പിന്നെ പൂരപ്പറമ്പിൽ സന്ധിക്കും വരും വടക്കം. വൈകിട്ടെന്താ പരിപാടി? വൈകിട്ടെന്താ പരിപാടിന്ന്? ഹലോ, ജോസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. എന്റെ പേര് അറുമുഖൻ. ലോറികൾ ഒഴിവുണ്ടെങ്കിൽ 5-8 ലോഡ് മാങ്ങ ഹൈദരാബാദ് വരെ എത്തിക്കണം. അതിനെന്താ, എത്തിക്കാലോ. ബൈപ്പാസിലെ പേൻ പാർക്കിലോട്ട് വന്നാൽ മതി. അവിടെ വെച്ച് ലോഡ് കയറ്റ മാങ്ങ. ഓക്കെ, ഇപ്പൊ തന്നെ അയച്ചേക്കാം. താക്കോൽ പൂജിക്കേണ്ടതുണ്ട്. എല്ലാവരും താക്കോൽ താമ്പാളത്തിൽ കൊണ്ടിടുക. പൂജിച്ചു തരാം. നിങ്ങളുടെ മുതലാളിയിലെ വിശ്വാസിയാന്ന് തോന്നുന്നു. അയ്യോ, വിശ്വാസി എന്ന് ഇങ്ങനെ വിശ്വാസമുള്ള ഒരു വിശ്വാസി വേറെ ആരുമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആമാ, നിജന്താ. പൂജയ്ക്ക് അമ്പലത്തിലേക്ക് ഞാൻ പറഞ്ഞോ? കുടിച്ചിട്ടില്ല. അതൊരു പുതിയ സംഭവം അല്ലല്ലോ. താക്കോലും കൊണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോയി ബുദ്ധിമുട്ടണമെന്നില്ല. സ്വാമിജി നേരെ ഇങ്ങോട്ട് എഴുന്നള്ളൂ. സ്വാമിജി ഇങ്ങോട്ടോ? അയ്യോ, സാക്ഷാൽ ഭഗവാൻ അങ്ങനെയാ. എല്ലാം മായാജാലമല്ലേ. എല്ലാരും ഭക്തിപുരുഷൻ താക്കോൽ താമ്പളത്തിൽ കിടുക. ഹരഹരോ 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 താക്കോൽ ഹരഹര. ഇരുവേൽ മുരുക, വെട്ടുവേൽ മുരുക, ജ്ഞാനപ്പഴമേ രംഗ പോടണം. എന്താ ബാഗിൽ പോടറാ? നിങ്ങൾ എന്താ കാട്ടണേ? ഇതാണ് പൂജ. ലോങ് ട്രിപ്പ് പോകുമ്പോ ഇവിടത്തെ ഒരു പതിവാ. വിളിച്ചോ? ഇനി ഹരഹരോ വിളിക്കണ്ട. പകരം ഞങ്ങൾ നീണ്ട കര വഴി കൊടകര ചെന്ന്
പറഞ്ഞാലേ ഇത് കുന്നംകുളത്തുണ്ടാക്കിയ ജോസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബുദ്ധിയല്ല. നൈനാൻസ് ഫൈനാൻസും സി സി എടുത്ത് 8 ലോറികൾ ശരവണ പൂജയ്ക്ക് എടുത്തുന്നു. തങ്കപ്പാക്കി അയച്ചു പൂട്ട്. എന്റെ 8 നാഷണൽ പെർമിറ്റുകളാ ആ കള്ള കഴിവേറിമം പിടിച്ചിട്ടിരിക്കുന്നത്. അവനെ കൊണ്ട് തന്നെ ആ വണ്ടികൾ തിരികെ എത്തിക്കണം. നിനക്ക് പറ്റുമോ? പറ്റില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞോ. മനുഷ്യച്ചോര മദ്യത്തിൽ കലക്കി കുടിക്കുന്ന നല്ല ആമ്പിള്ളാരെ വരുത്തി അവനെ അടിച്ചൊതുക്കാൻ അറിയാനിട്ടല്ല. പക്ഷെ നിനക്ക് പിന്നെ മാർക്കറ്റിൽ തോട്ടിപ്പണി എടുത്ത് ജീവിക്കാൻ പോലും പറ്റാത്ത മാനക്കേടുണ്ടാവും. അത് വേണോ സുലൈമാനെ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു വരുത്തനെ ഇവിടെ വാഴിക്കില്ല. അവൻ പിടിച്ചെടുത്ത ലോറികൾ ജോസേട്ടന്റെ വീട്ടുമുറ്റത്ത് എത്തിയിരിക്കും. ഉറപ്പാണോ? ഇതിന്റെ പ്രസ്റ്റീജാ. പൂളാൻ പറഞ്ഞവനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടേ വരൂ സുലൈമാൻ. ഒരു മണിക്കൂറിന് വട്ടി പലിശയ്ക്ക് പണം എടുത്തിട്ട് കച്ചവടം നടത്തുന്നവരാ. നമ്മളായിട്ട് അവിടെ സ്റ്റണ്ട് സീൻ ഉണ്ടാക്കിയാൽ അവരുടെ ചട്ടിയും വട്ടി പൊട്ടി കച്ചവടം പൂട്ടും. അതുകൊണ്ടാ ഇവിടെ ഫൈറ്റ് പ്ലാൻ ചെയ്ത്. എങ്ങനെയുണ്ട് ലൊക്കേഷൻ? സാധാരണ നമ്മളിത് സോങ്ങനെ ഉപയോഗിക്കാറേ. നമ്മുടെ കണക്കിന് നീ ആളൊരു പുലി തന്നെ. ജോസേട്ടന്റെ സമ്മാനം വാങ്ങിക്കാൻ പറ്റിയ പുലി. ജോസേന്റെ സമ്മാനക്കാരനാ? എന്നാ പിന്നെ ബോറടിപ്പിക്കാതെ നമുക്ക് സമ്മാനദാന ചടങ്ങിലേക്ക് കിടക്കാം. നിന്നെ ഞാൻ മാർക്കറ്റിൽ നിന്ന് ഇവിടം വരെ എത്തിച്ചപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മോനെ സുലൈമാനെ, ഈ കുൻഫ അനക്ക് വേറെ പണിണ്ടാ. ഇത് ചന്തടി കണ്ടോ?
ആ